ഹായ് ഫ്രണ്ട്സ്, 2025 SSLC മലയാളം മീഡിയം കേരള സിലബസുകാരുടെ IT വർക്ക്ഷീറ്റ് അഥവാ IT പഠന റെക്കോർഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ബൈറ്റോളജിയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ വർക്ക്ഷീറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത് ആദ്യത്തെ പാഠമായ ഡിസൈൻ ഫാക്ടറിയിലെ പഠന പ്രവർത്തനങ്ങൾ അധികരിച്ചാണ്. അതിനായി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, ഈ ഒന്നാമത്തെ പാഠഭാഗത്തെ പ്രവർത്തനമായ സ്മൈലി നിർമ്മാണമാണ് നമ്മൾ ആദ്യത്തെ വർക്ക്ഷീറ്റിൽ എഴുതി തയ്യാറാക്കുന്നത്. ഓക്കെ, ആ എക്സ്പെരിമെന്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നിങ്ങളുടെ ഒന്നും എഴുതാത്ത വർക്ക്ഷീറ്റ് ഈ രൂപത്തിലുണ്ടാകും. ഇതിൽ നമുക്ക് ആദ്യം ഹെഡിങ് IT പഠന റെക്കോർഡ്, IT വർക്ക്ഷീറ്റ്, IT ലേണിംഗ് റെക്കോർഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് വർക്ക്ഷീറ്റ് നമ്പറാണ്. ഇവിടെ ഒന്നാമത്തെ വർക്ക്ഷീറ്റ് പ്രവർത്തനമായതുകൊണ്ട് നമ്മൾ 1 എന്ന് കൊടുത്തു. അടുത്തത് നിർമ്മിക്കുന്ന തീയതി. അത് നിങ്ങൾക്ക് സ്കൂളിൽ എന്നാണോ IT ക്ലാസ് തുടങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചറോട് ചോദിച്ച് എഴുതി രേഖപ്പെടുത്തുക. ഇനി നെയിം ഓഫ് ദ ആക്ടിവിറ്റി, പ്രവർത്തനത്തിന്റെ പേര്. നമ്മളിവിടെ സ്മൈലിയാണ് നിർമ്മിക്കുന്നത്, അതുകൊണ്ട് സ്മൈലി നിർമ്മാണം. ആക്ടിവിറ്റി പ്രോഡക്റ്റ്, പ്രവർത്തനം പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നം. നമ്മളിവിടെ പാഠഭാഗത്തിലുള്ള പോലെ വ്യത്യസ്ത ഭാവത്തിലുള്ള 4 സ്മൈലികളാണ് നിർമ്മിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ വ്യത്യസ്ത ഭാവത്തിലുള്ള സ്മൈലികൾ എന്ന് എഴുതുക. അടുത്തത് സോഫ്റ്റ്വെയർ റിക്വയർഡ്, ആവശ്യമായ സോഫ്റ്റ്വെയർ. ഇവിടെ ഒന്നാമത്തത് ഉബുണ്ടു അല്ലെങ്കിൽ IT ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തത് നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ. ഇങ്ങനെ എഴുതുക. ഇനി പ്രിപ്പറേഷൻ മെറ്റീരിയൽ, മുന്നൊരുക്കം സാമഗ്രികൾ. ഇവിടെ സ്മൈലിയുടെ മോഡലും അത് അളന്ന് കൃത്യമായി നിർമ്മിക്കാൻ ഒരു സ്കെയിലും വേണം. അതുകൊണ്ട് ഈ സ്ഥലത്ത് സ്മൈലി നിർമ്മാണത്തിന് വേണ്ടിയുള്ള മോഡൽ, അളവിന് വേണ്ടിയുള്ള സ്കെയിൽ ഇങ്ങനെ എഴുതാം. റിക്വയർഡ് ടൈം, ആവശ്യമായ സമയം 10-20 മിനിറ്റ് എഴുതാം. നമുക്കിവിടെ 15 മിനിറ്റ് എന്ന് എഴുതാം. ഇനി നമുക്ക് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, സ്റ്റേജസ്, പ്രവർത്തനക്രമം, ഘട്ടങ്ങൾ. ഇതേപോലെ ഇങ്ങനെ വൃത്തിയായി റെക്കോർഡിൽ എഴുതുക. നോക്കൂ. ഓക്കെ, നമ്മുടെ വർക്ക്ഷീറ്റ് അത് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിന്റെ അവസാന ഘട്ടത്തിൽ ലൊക്കേഷൻ ഓഫ് ദ സേവ്ഡ് ഫയൽ സേവ് ചെയ്ത സ്ഥലം രേഖപ്പെടുത്തണം. അത് മനസ്സിലാകണമെങ്കിൽ ഒരു സൂത്രമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഫയൽ സേവ് ചെയ്തു വെച്ചത് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഇതേപോലെ ആ ഫയൽ സെലക്ട് ചെയ്ത് വലത്തെ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന മെനുവിൽ പ്രോപ്പർട്ടീസ് എന്ന കമാൻഡ് എടുക്കുക. ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ പാത്ത് കാണിക്കും. അത് ഇവിടെ ഇതേപോലെ എഴുതി കൊടുക്കുക. ഇനി ബാക്കി കാര്യം ഇവാലുവേഷൻ ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്. അവരെ കാണിച്ച് സൈൻ ചെയ്യിക്കുക. ഓക്കെ, അതോടെ നമ്മുടെ ഒന്നാമത്തെ വർക്ക്ഷീറ്റ് പ്രവർത്തനം പൂർണ്ണമായി. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.